നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളം ഗവൺമെന്റ് വെറ്ററിനറി പോളിക്ലിനിക്കിൽ പ്രവർത്തിക്കുന്ന പിഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി 87 പന്നികളെ ദയാവധം ചെയ്തു. രോഗം മറ്റ് മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാൻ സാധ്യതയില്ലെന്ന് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാം. അതേസമയം കുന്നംകുളം നഗരസഭയിൽ വിലക്ക് ലംഘിച്ച് പന്നിയിറച്ചി വിൽപ്പന നടത്തിയ കടയുടമയ്ക്കെതിരെ ആരോഗ്യ വിഭാഗം നടപടിയെടുത്തു. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം സെക്രട്ടറി വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിനാൽ ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ. നഗരസഭയുടെ ബയോ പാർക്കിലെ വളം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഭരണസമിതി തനിക്ക് നേരെ തിരിയാൻ കാരണമെന്ന് സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. 70-കാരിയെ തെരുവുനായ കടിച്ചു കൊന്നിട്ടും പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടികൾ എടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. ഗുരുവായൂർ തിരുവെങ്കിടത്ത് പേവിഷബാധ ലക്ഷണം കാണിച്ച തെരുവുനായയെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. സംസ്ഥാനത്തെ ആദ്യ ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലൊന്നെന്ന വിശേഷണത്തോടെ നിർമ്മിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഹൈടെക് ബസ് സ്റ്റോപ്പ് വർഷങ്ങളായി തകർന്ന നിലയിൽ. സ്കൂളിന് മുന്നിലെ ഹൈമാസ്റ്റ് ലൈറ്റും മാസങ്ങളായി പ്രവർത്തനരഹിതം. മണലിപ്പുഴയിലെ മടാവക്കര കാച്ചക്കടവിൽ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയ കാർ കണ്ടെത്തി. എതിർവശത്തെ പുഴയോരത്ത് ചൂണ്ടയിടാൻ എത്തിയവരാണ് കണ്ടത്. ബുധനാഴ്ച പുലർച്ചെ 1-നായിരുന്നു അപകടം. രണ്ട് ദിവസങ്ങളിലായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കലാലയത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിന് സമാപനമായി. ഓർമ്മകളുടെ വസന്തകാലത്തേക്ക് പൂർവ്വ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോയ സംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ 2 ദിവസങ്ങളിലായി അരങ്ങേറി. വാർത്തകൾ വിശദമായി. കുന്നംകുളം ഗവൺമെന്റ് വെറ്ററിനറി പോളിക്ലിനിക്കിൽ പ്രവർത്തിക്കുന്ന പിഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി 87 പന്നികളെ ദയാവധം ചെയ്തു. അതേസമയം പന്നികളിൽ മാത്രം കണ്ടുവരുന്ന ഈ രോഗം മറ്റ് മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാൻ സാധ്യതയില്ലെന്ന് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാം അറിയിച്ചു. രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി രോഗം കണ്ടെത്തിയ ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുന്നംകുളം മേഖലയിൽ പന്നിമാംസ വിതരണവും മാംസക്കടകളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിരോധിക്കുകയും പന്നികളെ മറ്റു പ്രദേശങ്ങളിലേക്കോ ജില്ലകളിലേക്കോ കൊണ്ടുപോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദ്രുതകർമ്മസേന മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ലൌലി കെ സക്കറിയ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സാബു KA, ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാം, അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ സുബിൻ കോലാടി, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനീഷ് രാജ്, വെറ്ററിനറി സർജൻമാരായ ഡോക്ടർ റെജിൻ മാത്യൂസ്, ഡോക്ടർ സുമി ചന്ദ്രൻ, ഡോക്ടർ TA രാജി, ഡോക്ടർ അഞ്ജു മേരി എന്നിവരും ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരും അറ്റൻഡന്റുമാരും അടങ്ങുന്ന സംഘമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വിലക്ക് ലംഘിച്ച് പന്നിയിറച്ചി വിൽപ്പന, മാംസം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കടയുടമയ്ക്കെതിരെ ആരോഗ്യ വിഭാഗം കർശന നടപടി സ്വീകരിച്ചു. കുന്നംകുളം പാറയിൽ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന കടയിൽ നിന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പന്നിയിറച്ചി പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. ആഫ്രിക്കൻ പന്നിപ്പനി തുടരുന്നത് തടയുന്നതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിൽ പന്നിമാംസ വിൽപ്പനയ്ക്ക് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് നഗരസഭാ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുകയും മാർക്കറ്റിലെ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാരിന്റെയും നഗരസഭയുടെ നിർദ്ദേശം ലംഘിച്ച് പാറയിൽ മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം മിന്നൽ പരിശോധന നടത്തിയത്. തുടർന്ന് വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന മാംസം പിടിച്ചെടുത്തു. ആരോഗ്യ പ്രോട്ടോകോൾ പാലിച്ച് ശാസ്ത്രീയമായി നശിപ്പിച്ചു. ഉത്തരവ് ലംഘിച്ച് പ്രവർത്തിച്ച കടയുടമയ്ക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ വിൽപ്പന നടത്തുന്നവർക്കെതിരെ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ സ്ഥലം മാറ്റി വകുപ്പുതല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന പ്രമേയം നഗരസഭാ കൌൺസിൽ അംഗീകരിച്ചു. പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ തുടർന്ന് വോട്ടിനിട്ടാണ് പ്രമേയം പാസാക്കിയത്. ഭരണപക്ഷ കൌൺസിലർ KS അനൂപാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഉടനെ കോൺഗ്രസിലെ ജോയ് ചെറിയാൻ പ്രമേയ അവതരണത്തെ ചോദ്യം ചെയ്തു. റൂൾ 18 പ്രകാരം പ്രമേയം അവതരിപ്പിക്കാൻ പാടില്ലെന്ന് ജോയ് ചെറിയാൻ പറഞ്ഞു. ഇതിനിടെ ഭരണപക്ഷം പ്രമേയ അവതരണം പൂർത്തിയാക്കി. ഉടനെ UDF കൌൺസിലർമാർ ഒന്നടങ്കം പ്രമേയ അവതരണത്തെ ചോദ്യം ചെയ്തു. ഭരണകക്ഷിയിലെ അംഗങ്ങളും എണീറ്റതോടെ വലിയ ബഹളമായി. ഉടനെ ചെയർപേഴ്സൺ പ്രമേയത്തെ അനുകൂലിക്കുന്നവർ കൈപ്പൊക്കാൻ ആവശ്യപ്പെട്ടു.
ഭരണകക്ഷിയിലെ അംഗങ്ങൾ കൈപ്പൊക്കി പ്രമേയത്തെ അനുകൂലിച്ചു. UDFും BJPയും അനുകൂലിച്ചില്ല. ഇതോടെ പ്രമേയം പാസായതായും ഇത് സർക്കാരിനെ അറിയിക്കുമെന്നും പറഞ്ഞ് ചെയർപേഴ്സൺ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. UDF അംഗങ്ങൾ ചെയർപേഴ്സണെതിരെ മുദ്രാവാക്യം വിളികളോടെയാണ് ഇറങ്ങിപ്പോയത്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് കനത്ത പോലീസ് കാവലിലാണ് കൌൺസിൽ യോഗം നടന്നത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം സെക്രട്ടറി വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിനാൽ ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സെക്രട്ടറി എതിര് നിൽക്കുകയാണ്. സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനത്തുള്ള നഗരസഭ 86ാം സ്ഥാനത്തേക്ക് എത്താൻ കാരണം സെക്രട്ടറിയുടെ നടപടികളാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തെത്തി പ്ലാൻ ഫണ്ട് ചിലവഴിച്ചതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നഗരസഭയുടെ സ്ഥാനം 40-ലെത്തിയത്. ഇനിയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ളതായും ചെയർപേഴ്സൺ അറിയിച്ചു. പുതിയ സർക്കാർ വന്ന ശേഷം സെക്രട്ടറി UDFിനൊപ്പം ചേർന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണെന്നും ആരോപിച്ചു. ചട്ടപ്രകാരമാണ് കൌൺസിൽ വിളിച്ചതെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അറിയിച്ചു. നമ്മൾ ഇന്നത്തെ കൗൺസിലെ ചട്ടപ്രകാരം തന്നെയാണ് ഈ അജണ്ട ഇറങ്ങിയിട്ടുള്ളതും. ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ചെയർപേഴ്സന്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോ സെക്രട്ടറിനെ നേരിട്ട് വിളിച്ച് കൊടുത്താണ്. അപ്പൊ സെക്രട്ടറി പറഞ്ഞത് ഇത് എന്റെ കയ്യിൽ തരണ്ട, നേരിട്ടിട്ട് കേസ് മാറ്റി മുഖാന്തരം അജണ്ടയായി പോകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അജണ്ടയായി പോയുള്ളതാണ്. അതില് മറ്റൊരു പറയണത് വാസ്തവമാണ്, ചട്ടം നോക്കിയിട്ട് തന്നെയാണ് ഇത് നമ്മള് ഉണ്ടാക്കിയുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്രട്ടറി ഒരുപാട് വിഷയങ്ങളിൽ നമ്മളുടെ ആ ഫുട്ബോളിന്റെ ഇത് കഴിഞ്ഞതിന്റെ അവിടെ നിന്ന് തൊട്ട് ഇന്നല്ല ഞങ്ങൾ പുതിയ ഭരണത്തിൽ ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ ആള് ഞങ്ങളെ എന്ത് ഭരണസ്തംഭനം എന്ന് തന്നെ പറയാം, ഏത് കാര്യത്തിനും ആള് ഒരു ഉടക്ക് പോലെ ബസ് സ്റ്റാൻഡിന്റെ ആയാലും എല്ലാ കാര്യത്തിലും അവരുടെ കൂടെ നിന്ന് പുതിയ ഭരണസമിതി അവർ വന്നതിന് ശേഷമുള്ള അവരുടെ കൂടെ നിന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു കൗൺസിലെ വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കാൻ എന്നുള്ളതിൽ നിന്നത്. പക്ഷെ അതിന് മറ്റുള്ള കൗൺസിൽ അവർക്ക് അതിലൊരു താല്പര്യം ഉണ്ടായിരിക്കും, ചിലപ്പോൾ സെക്രട്ടറിനെ സംരക്ഷിക്കണോണ്ട് അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ നഗരസഭയുടെ ഭരണം നല്ല സുതാര്യമായി നല്ല രീതിയിൽ നടന്നു പോകണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇവിടെ കയറിയുള്ളതും അതിനുവേണ്ടി ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭരണത്തിൽ കയറിയിട്ടുള്ളതും. അപ്പൊ അതിനെ ഒരു വിഷയം സെക്രട്ടറി ഞങ്ങൾക്ക് അതിനെ എതിര് നിന്ന കാരണം നമ്മളിങ്ങനെ ഒരു പ്രമേയത്തിലൂടെ നമ്മൾ ഇത് നേരിട്ട് കൗൺസിൽ. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിലെ വളം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഭരണസമിതി തനിക്ക് നേരെ തിരിയാൻ കാരണമെന്ന് സെക്രട്ടറി അഭിലാഷ് കുമാർ അറിയിച്ചു. ചൂൽപ്പുറം ബയോ പാർക്കിലെ വളം വടക്കാഞ്ചേരിയിലെ ക്വാറിയിൽ എത്തിക്കണമെന്ന ആവശ്യമായി കൌൺസിലർമാരായ AS മനോജ്, എറിൻ എന്നിവർ തന്റെ ക്യാബിനിലെത്തി. ഹരിതസേനയുടെ 5 ലക്ഷം രൂപ വളം മാറ്റുന്നതിന് നൽകാമെന്നും ഇത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ബയോ പാർക്കിലെ വളം വിൽപ്പന നടത്തി തീർക്കുന്നതാണ് രീതി. പണം ചെലവഴിച്ച് മാറ്റാൻ കഴിയില്ലെന്നും അറിയിച്ചു. ഇതിനാലാണ് ഭിന്നത തുടങ്ങിയത്. ഈ വർഷം പ്ലാൻ ഫണ്ട് ചിലവഴിക്കേണ്ട 100% ചിലവഴിച്ചതായും സെക്രട്ടറി അറിയിച്ചു. മിനിറ്റ്സ് വൈകിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്ന് തെളിവുകൾ നിരത്തി സെക്രട്ടറി പറഞ്ഞു. ലോകകപ്പ് പ്രദർശനം ഐക്യകണ്ഠേന പാസായി എന്ന് ഭരണപക്ഷം പറയുന്നത് ശരിയല്ല. പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകിയതായും സെക്രട്ടറി പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ 3 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞതായും ഇക്കാലയളവിൽ നഗരസഭയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താനായതായും സെക്രട്ടറി അഭിലാഷ് കുമാർ അറിയിച്ചു. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ അവസാന 3 വർഷവും ഇതേ സെക്രട്ടറി തന്നെയായിരുന്നു നഗരസഭയിൽ ഉണ്ടായിരുന്നത്. ഇക്കാലയളവിലെ അവസാന 3 വർഷവും തുടർച്ചയായി ഗുരുവായൂർ നഗരസഭയാണ് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം മെയ് മാസത്തിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രദർശനവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി വിയോജനക്കുറിപ്പ് നൽകിയതോടെയാണ് പുതിയ ഭരണസമിതിയുമായി ഇടയുന്നത്. ഇത്രയും ഈ മുൻവർഷങ്ങളിലെല്ലാം നമ്മൾ പദ്ധതി വെച്ചത് വിതരണം ചെയ്ത് തന്നെയാണ് നമ്മൾ തീർത്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അവിടുത്തെ വളം തീരാറുമുണ്ട്.
പക്ഷെ ഇവരുടെ എന്തോ താല്പര്യപ്രകാരം ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം മനോജും ജെറിനും കൂടെ അങ്ങ് വന്നത്. ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് വന്നത് പറഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ചെയർപേഴ്സൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒറ്റ സ്റ്റാൻഡുകൾ നമുക്കിത് കൈയൊഴിയാൻ സാധിക്കില്ല, കൊണ്ടുപേക്ഷിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഏതോ ലോറിക്കാരെ ഇടപെടുത്തിയിട്ടുണ്ട്, അപ്പോൾ അവരെ കൊണ്ടിത് ചെയ്യിക്കണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ നമ്മളതിനകത്ത് പറ്റില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് അന്ന് സംസാരിച്ച് ഏറ്റവും ലാസ്റ്റ് തെറ്റുന്നത് ഈ കാര്യം പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ആ പോയതിന് മുമ്പാണ് ഈ പറഞ്ഞ പോലെ രണ്ടാമത് എനിക്കെതിരെ ഉള്ള ആരോപണമായിട്ട് ഞാൻ വിളിച്ചു വരുത്തി ഈ രീതി ചെയ്തു എന്ന് പറയുന്നത്. ഗുരുവായൂർ നഗരസഭയെ 6 മാസത്തെ ഭരണം കൊണ്ട് 1ാം സ്ഥാനത്ത് നിന്ന് 86ാം സ്ഥാനത്തെത്തിക്കുകയാണ് LDF ഭരണസമിതി ചെയ്തതെന്ന് UDF കൌൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഭരണസ്തംഭനത്തിന്റെയും വീഴ്ചകളുടെയും ഉത്തരവാദിത്തം സെക്രട്ടറിയുടെ മേൽചാരി തടി തപ്പാനാണ് ശ്രമിക്കുന്നത്. ജനാധിപത്യത്തിനെതിരായി മുനിസിപ്പൽ ചട്ടം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഭരണസമിതി ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ വെളിച്ചത്ത് വന്നതോടെയാണ് സെക്രട്ടറിയെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. സെക്രട്ടറിക്കെതിരെ കൊണ്ടുവന്ന പ്രമേയം ചട്ടവിരുദ്ധമാണ് എന്നും UDF കൌൺസിലർമാരായ സി ജോയ് ചെറിയാൻ, ബഷീർ പൂക്കോട്, ആൻഡോ തോമസ്, ജലീൽ പണിക്ക് വീട്ടിൽ, മെഹറൂഫ് തുടങ്ങിയവർ അറിയിച്ചു. വരികയാണ് ചെയ്തത്. ഒരു കൗൺസിൽ യോഗം നടത്തുമ്പോൾ അതിൽ അജണ്ട ഒരു പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ അതിന് റൂൾ 18 വളരെ കൃത്യമായ മാർഗനിർദ്ദേശം തരുന്നുണ്ട്. വളരെ കൃത്യമായത് പ്രമേയം ഏറ്റവും ചുരുക്കത്തിലാകണം. പ്രമേയം വ്യക്തിപരമായി പരാമർശിക്കപ്പെടരുത്. കോടതിയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ പ്രമേയത്തിൽ ഉണ്ടാകരുത്. പരിഹാസ രൂപേണയുള്ള പരാമർശങ്ങൾ പ്രമേയത്തിൽ ഉണ്ടാകരുത്. ഈ പറയുന്ന ഒരു A തൊട്ട് F വരെയുള്ള 4-5 കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രമേയത്തിൽ ഉണ്ടാകരുതെന്ന് മുനിസിപ്പൽ ആക്ട് റൂൾ 18 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനെ പൂർണ്ണമായി വയലേറ്റ് ചെയ്യുന്ന ഒരു പ്രമേയത്തിനാണ് ഇന്ന് അവതരണ അനുമതി ചെയർപേഴ്സൺ കൊടുത്തത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും മുനിസിപ്പൽ ആക്ട് പ്രകാരം ഈ പ്രമേയം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് കൗൺസിൽ യോഗത്തിലെ UDF അംഗങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനാണ് അജണ്ട വായിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ പ്രമേയം എന്ന് LDF പറയുന്നത് വളരെ കൃത്യമായി അജണ്ടയായിട്ട് വന്നിട്ടുണ്ട്. ആ അജണ്ട വായിക്കാനായിട്ട് കൗൺസിലർക്ക് തന്നെ ഒരിക്കലും അനുവാദം കൊടുക്കാതെയാണ് കൗൺസിൽ മുന്നോട്ട് പോയത്. ഇവിടെ ഈ അജണ്ടയിൽ പരാമർശിക്കപ്പെടുന്ന 3-4 വിഷയങ്ങൾ എന്ന് പറയപ്പെടുന്നത് സെക്രട്ടറി 24-25 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ തുടർന്നു വരുന്ന ജനാധിപത്യ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് മുഖാന്തരമൊക്കെ നമുക്ക് വരുന്ന പ്ലാൻ ഫണ്ട്, SC ഫണ്ട് തൊട്ടുള്ള പദ്ധതികൾ കാര്യങ്ങളൊന്നും വിനിയോഗിക്കുന്നില്ല. അങ്ങനെ 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഗുരുവായൂർ നഗരസഭ ഇപ്പോ ആകെ 87 നഗരസഭകളാണ് കേരളത്തിലുള്ളത്. അതിൽ 86 എത്തിക്കാനായിട്ടാണ് ഈ നഗരസഭയ്ക്ക് ഈ ഭരണസമിതിക്ക് സാധിച്ചതെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതിൽ വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ കടിച്ചുകൊന്ന കൊല്ലൻപടി കിഴക്കേപ്പുരയ്ക്കൽ കാർത്തിയേനിയുടെ വീടിന്റെ പരിസര പ്രദേശത്താണ് തെരുവുനായ്ക്കൾ വിലസുന്നത്. കഴിഞ്ഞ മാർച്ച് 12-നാണ് കൊല്ലൻപടി കിഴക്കേപ്പുരയ്ക്കൽ കാർത്തിയേനിയെ തെരുവുനായ കടിച്ചുകൊന്നത്. ഇതിനെ തുടർന്ന് അധികൃതരുടെ ഭാഗത്തുനിന്നും പ്രദേശവാസികൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും നടപ്പിലായില്ല. പുലർച്ചെ 5 മണി മുതൽ അർദ്ധരാത്രി വരെയും തെരുവുനായ്ക്കളുടെ ശല്യം മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ചെറുതും വലുതുമായ നായ്ക്കൂട്ടങ്ങൾ റോഡിലൂടെയും വീടിനു ചുറ്റുമായി കുരച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. എന്താ പറയുക, കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകണ നേരത്ത് രാവിലെ നമ്മൾ എണീറ്റിട്ട് കണി കാണുക ഈ നായ്ക്കളെന്നെയാണ്. അത് ചിലപ്പോൾ തോല് കൊണ്ടുവന്നിട്ട് മുറ്റത്തിട്ടുണ്ടാവും, പച്ചത്തോലുണ്ടാവും, ഉണങ്ങിയ തോലുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് മണത്തിട്ട് ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. ഇത്ര പോകുന്ന മക്കളടക്കം ഒരു വെള്ളമടക്കം കുടിക്കണില്ല. ഞങ്ങൾ എന്താ ചെയ്യതിന്? ഇതിനൊന്നും ഒരു കൂട്ടരും ഒരു ഇതും എടുക്കണ കാണാനില്ല. അതിനുള്ള നടപടികൾ എടുക്കണ്ടേ? ഒന്നും നടപടി എടുക്കണേ. വീടിന് പുറത്തിടുന്ന ചെരുപ്പുകൾ കടിച്ചു കൊണ്ടുപോകുന്നതും നിത്യസംഭവമാണ്. രാത്രി കാലങ്ങളിൽ വീടിന്റെ പൂമുഖത്ത് ഉജാല നിറച്ച കുപ്പിവെള്ളം വെച്ചാണ് ഒട്ടുമിക്ക കുടുംബങ്ങളും നേരം വെളുപ്പിക്കുന്നത്. തെരുവുനായ്ക്കൾ കൂട്ടത്തോടെയാണ് വരാന്തകളിൽ കിടന്ന് പരസ്പരം കടികൂടുന്നത്. ആളൊഴിഞ്ഞ വീടുകളിലും പറമ്പുകളിലുമാണ് ഇവ തമ്പടിക്കുന്നത്. കാൽനടയായി സ്കൂളിൽ പോകുന്ന കുട്ടികളും ജോലിക്ക് പോകുന്നവരെയുമാണ് നായ്ക്കൾ പൊറുതിമുട്ടിക്കുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആരും ഭക്ഷണം കൊടുത്ത് വളർത്തണ്ടല്ല, പിന്നെ ഭക്ഷണം കൊടുത്ത് വളർത്തുമ്പോൾ അതുണ്ട്, അതില്ലെന്നല്ല. എന്റെ വീട്ടിലുണ്ട് ഒരു നായ. അതിന് ഞങ്ങൾ കൂട്ടുന്ന പോലെ ഇറക്കണില്ല. അതിന് ഞങ്ങൾ ആ കൂട്ടിൽ തന്നെയാണ്.
അതിന് പുറത്തേക്ക് വന്നിട്ട് ഒരാൾക്കും ഒരു ശല്യമില്ലാതെ അത് അങ്ങോട്ട് തന്നെയാണ് കിടക്കുന്നത്. അതാണ് കാര്യം. ഭയങ്കര ബുദ്ധിമുട്ടായി. വളർത്തുന്നുണ്ടെങ്കിൽ വളർത്തണവർ നന്നായി നോക്കുക, പുറത്തേക്ക് ഇറക്കാതെ നോക്കുക. ഈ തെരുവ് നായ്ക്കളെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ എവിടെ നിന്ന് എന്തെങ്കിലും എത്രയും വേഗം ഒരു നടപടി ചെയ്യണം. അല്ലെങ്കിൽ ഇനി ഇതുപോലെ കുറേ മരണങ്ങൾ നടക്കും. ഗുരുവായൂർ തിരുവെങ്കിടത്ത് പേവിഷബാധ ലക്ഷണം കാണിച്ച തെരുവ് നായയെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന നായ നാട്ടുകാർക്കും വളർത്തുമൃഗങ്ങൾക്കും നേരെ ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം കുറുനരിയുടെ ആക്രമണത്തിൽ പ്രദേശത്തെ ഏതാനും നായ്ക്കൾക്ക് കടിയേറ്റിരുന്നു. ഇവയിൽ 3 നായ്ക്കൾ പിന്നീട് ചത്തതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. ഇന്ന് പുലർച്ചെ മുതൽ റെയിൽവേ നടപ്പാതയ്ക്ക് മുകളിലായി നായ തമ്പടിച്ചതോടെ യാത്രക്കാരും ഭീതിയിലായി. നായയുടെ ആക്രമണ സ്വഭാവം കണക്കിലെടുത്ത് നാട്ടുകാർ വാർഡ് കൌൺസിലറെ വിവരം അറിയിച്ചു. കൌൺസിലർ മിഗ്നേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി നായയെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. സംസ്ഥാനത്തെ ആദ്യ ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലൊന്നെന്ന വിശേഷണത്തോടെ നിർമ്മിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഹൈടെക് ബസ് സ്റ്റോപ്പ് വർഷങ്ങളായി തകർന്ന നിലയിൽ. സ്കൂളിന് മുന്നിലെ ഹൈമാസ്റ്റ് ലൈറ്റും മാസങ്ങളായി പ്രവർത്തനരഹിതമായതോടെ പ്രദേശം രാത്രിയിൽ ഇരുട്ടിലാണ്. ആദ്യകാലങ്ങളിൽ ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നതിനെ തുടർന്ന് 2015-16 സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ MLA VT ബൽറാമിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്മൈൽ ത്രിത്താല പദ്ധതിയുടെ ഭാഗമായാണ് ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. റേഡിയോ, വൈഫൈ, FM, സോളാർ ലൈറ്റുകൾ, പുസ്തകശാല തുടങ്ങിയ സൗകര്യങ്ങളോടെയായിരുന്നു നിർമ്മാണം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിനകം തന്നെ പല സംവിധാനങ്ങളും തകരാറിലായി. 2019 ജൂൺ 20-ന് നെയിം ബോർഡും തകർന്നു. നിലവിൽ ഇരിപ്പിടങ്ങൾ, മേൽക്കൂര, സീലിംഗ് എന്നിവയും കേടായ നിലയിലാണ്. ബസ് സ്റ്റോപ്പിന് ചുറ്റും കാട് കയറിയതോടെ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഇവിടെ കാത്തുനിൽക്കാനും പ്രയാസമാണ്. മഴക്കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും സമീപത്തെ കടത്തിണ്ണകളെയാണ് ആശ്രയിക്കുന്നത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, LP, UP വിഭാഗങ്ങളിലായി പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 3000-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം ബസ് സ്റ്റോപ്പിനെ ആശ്രയിക്കുന്നവരാണ്. മുൻ MLA MP രാജേഷിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന് മുന്നിൽ കഴിഞ്ഞ വർഷം സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റും മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പൊതു സംവിധാനങ്ങൾ അധികൃതരുടെ അവഗണനയിൽ നശിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഹൈമാസ്റ്റ് ലൈറ്റും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കണമെന്ന് നാട്ടുകാരും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു. തകർന്ന ബസ് സ്റ്റോപ്പ് പുനർനിർമ്മിക്കുന്നതിന് 2025-26 വാർഷിക പദ്ധതിയിൽ തുക അനുവദിച്ചിട്ടുണ്ടെന്നും ഫണ്ട് ലഭിക്കുന്ന പക്ഷം അടുത്ത 2 മാസത്തിനകം കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി പറഞ്ഞു. പ്രവർത്തനരഹിതമായ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഒരു സംഘം കർഷകർ മത്സ്യകൃഷി നടത്തുന്ന എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലം ചിറയ്ക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മത്സ്യകൃഷിക്കുള്ള പാട്ടക്കാരൻ റദ്ദാക്കിയ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കോടതി സ്റ്റേ ചെയ്തു. പതിയാരം കാവാലം ചിറയിലെ മത്സ്യകൃഷി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി വടക്കാഞ്ചേരി മുൻസിഫ് കോടതിയിൽ മത്സ്യ കർഷകർ നൽകിയ പരാതിയിൽ പഞ്ചായത്ത് നടപടി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. 2024 പഞ്ചായത്തിലെ കഴിഞ്ഞ LDF ഭരണസമിതിയാണ് ജില്ലയിലെ തന്നെ ആദ്യത്തെ പൊതുജലാശയ ജനകീയ മത്സ്യകൃഷിക്ക് തുടക്കം കുറിച്ചത്. പീച്ചി മത്സ്യഭവന്റെ സബ്സിഡി തുകയും കർഷകർ തങ്ങളുടെ സ്വന്തം വിഹിതവും എടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്കെതിരെ ഒരു കൂട്ടം പ്രദേശവാസികളും തൊട്ടടുത്തുള്ള സമീപ പഞ്ചായത്തിലെ ആളുകളും പരാതി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി തുടങ്ങാൻ തീരുമാനിക്കുകയും ഉദ്ഘാടനം നടത്തുകയുമായിരുന്നു. എന്നാൽ പുതുതായി ചുമതലയേറ്റ പഞ്ചായത്ത് ഭരണസമിതി ഫിഷറീസ് വകുപ്പിനോടോ കാവാലം ചിറ ഗ്രൂപ്പ് മത്സ്യ കർഷകരോടോ അന്വേഷിക്കാതെ പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്തു. ഇതിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ചിറയിൽ നിന്നും പാകമായ മത്സ്യങ്ങളെ ആളുകൾ പിടിച്ചുകൊണ്ടുപോകാൻ ആരംഭിച്ചതോടെ മത്സ്യ കർഷകർ പോലീസിൽ പരാതി നൽകി. നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് മത്സ്യ കർഷകർ കോടതിയെയും ജില്ലാ കളക്ടറെയും സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് മത്സ്യ കർഷകർക്ക് അനുകൂലമായ കോടതി വിധി വന്നത്. മത്സ്യകൃഷിക്ക് സംരക്ഷണം നൽകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനം മാർഗതടസ്സം ചോദിച്ചതിന് CPIM നേതാവ് അസഭ്യം പറഞ്ഞതായി കേച്ചേരി പട്ടിക്കര സ്വദേശി ഹില വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 9-ന് രാത്രി 10-നും 10:30-നും ഇടയിൽ കടങ്ങോട് മനപ്പടിയിലുള്ള ഭാര്യ വീട്ടിൽ നിന്നും ഭാര്യയ്ക്കും ഭാര്യ മാതാവിനുമൊപ്പം കേച്ചേരി പട്ടിക്കരയിലെ സ്വന്തം വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് CPIM നേതാവിന്റെ വാഹനം മാർഗതടസ്സം സൃഷ്ടിച്ചത്. മനപ്പടി സെന്ററിൽ വെച്ചാണ് എതിരെ വന്ന കാർ തെറ്റായ ദിശയിൽ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചത്. ഡോർ തുറന്ന് കാറിലുണ്ടായിരുന്ന വ്യക്തിയോട് വാഹനം കുറച്ച് മാറ്റിയിടാമോ എന്ന് ചോദിച്ചപ്പോൾ
വാഹനമോടിച്ചിരുന്ന വ്യക്തി കാറിൽ നിന്നിറങ്ങി തന്നെയും കുടുംബത്തെയും അസഭ്യം പറഞ്ഞതായും ഹിലാർ വ്യക്തമാക്കി. പ്രദേശത്തെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മുൻ ജനപ്രതിനിധിയുമായ PS പ്രസാദാണ് തന്നെയും കാറിലുണ്ടായിരുന്ന ഭാര്യാമാതാവിനെയും അസഭ്യം പറഞ്ഞത്. ഇതിനെതിരെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി നൽകിയതായും ഹിലാൽ പറഞ്ഞു. തന്നെയും കുടുംബത്തെയും അസഭ്യം പറഞ്ഞ വ്യക്തിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ ലഭ്യമാക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഹിലാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണലിപ്പുഴയിലെ മടവാക്കര കാച്ചക്കടവിൽ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയ കാറ് കണ്ടെത്തി. അപകടം നടന്ന കടവിന് 200 മീറ്റർ മാറി പുഴയിലേക്ക് മറിഞ്ഞു വീണ പനയിൽ തടഞ്ഞു നിന്ന നിലയിലായിരുന്നു. എതിർവശത്തെ പുഴയോരത്ത് ചൂണ്ടയിടാൻ എത്തിയവരാണ് കണ്ടത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 1-നായിരുന്നു അപകടം. കാർ ഓടിച്ചിരുന്ന ചാവക്കാട് മന്നലാംകുന്ന് സ്വദേശി സിനാൻ പുഴയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. ആലുവയിൽ സ്വകാര്യ കോളേജിൽ LLB വിദ്യാർത്ഥിയായ സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം 5.5 മണിക്കൂർ തെരഞ്ഞിട്ടും കാർ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് കാർ വീണ്ടും കണ്ടെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 23-നും 30-നും വിവാഹ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. 23-ന് 377-ഉം 30-ന് 295 വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. താലികെട്ടിന് തൊട്ടു മുമ്പ് വരെ വിവാഹം ഷീട്ടാക്കാമെന്നതിനാൽ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം തീരുമാനിച്ചത്. സാധാരണ ദിവസങ്ങളിൽ 5 മണിക്ക് ആരംഭിക്കുന്ന വിവാഹങ്ങൾ ഈ ദിവസങ്ങളിൽ 4-ന് ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. കിഴക്കേനട പൂർണ്ണമായും വൺവേയാക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. വരനും വധുവുമടങ്ങുന്ന വിവാഹ സംഘം തെക്കേനടയിലെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി വിശ്രമിക്കണം. താലികെട്ട് ചടങ്ങിന്റെ ഊഴമെത്തുമ്പോൾ ഇവരെ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. താലികെട്ട് കഴിഞ്ഞ് തെക്കേ നടവഴി മടങ്ങണം. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമേ വിവാഹ മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ദർശനത്തിന് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ഈ 2 ദിവസങ്ങളിലും റെക്കോർഡ് വിവാഹങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. 334 വിവാഹങ്ങളാണ് നിലവിലെ റെക്കോർഡ്. 2024 സെപ്റ്റംബർ 8-നാണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നിട്ടുള്ളത്. കൈപ്രമ്പിൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം തിരുനാവായ സ്വദേശികളായ ഞെടുതൊട്ടി വീട്ടിൽ അഷ്റഫ്, ഭാര്യ മൈമുന, മകൻ ഫാറൂഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അഷ്റഫാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. കൈപ്രമ്പ് നെയിൽ ആശുപത്രിക്ക് മുന്നിൽ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 5:40 ആയിരുന്നു ബസ് ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ 3 കേച്ചേരി ആക്സ് ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് യാത്രികരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗത തടസ്സം നേരിട്ടു. ഓണത്തിനോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിനായി കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പൊതുവിതരണ, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, റവന്യൂ, പോലീസ് എന്നീ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മുനിസിപ്പാലിറ്റി പരിധിയിലെ മൊത്തച്ചില്ലറ വ്യാപാര കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, പച്ചക്കറി കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസർ ബിജു ജെയിംസ് ജേക്കബ്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ EG ഭവ്യ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ P ശ്രുതി, S സിന്ധു എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. 2 ദിവസങ്ങളിലായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കലാലയത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിന് സമാപനമായി. ഓർമ്മകളുടെ വസന്തകാലത്തേക്ക് പൂർവ്വ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോയ സംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് കലാലയാങ്കണത്തിൽ അരങ്ങേറിയത്. ഹൃദയത്തിൽ ശ്രീകൃഷ്ണ 2.0 എന്ന പേരിൽ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം കോളേജ് അലുമ്നി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. കോളേജ് സ്ഥാപിതമായ 1964 മുതൽ 2026 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ ഒത്തുചേർന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയപ്പെട്ട കലാലയത്തിലേക്ക് ഒരു വട്ടം കൂടി കടന്നുവന്നത് മധുരതരമായ ഓർമ്മകളിലേക്കുള്ള മടങ്ങിവരവ് കൂടിയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിലെ അവിഭാജ്യ ഇടങ്ങളായിരുന്ന കലാലയത്തിലെ പോർട്ടിക്കോയും ജൂബിലി ഓഡിറ്റോറിയവും LH-ഉം വൈശാലിപ്പാറയും നീളൻ ഇടനാഴികളും ഒരിക്കൽ കൂടി കണ്ടതോടെ പലരും ശ്രീകൃഷ്ണയിലെ പഴയ കാലത്തിലേക്ക് തിരികെയെത്തി. മുദ്രാവാക്യങ്ങളിൽ മുഖരിതമായിരുന്ന സമരാവേശ കാലഘട്ടവും പഴയകാല സൗഹൃദങ്ങളും ആദ്യമായി മുട്ടിട്ട പ്രണയവും പലരെയും കൗമാര കാലഘട്ടത്തിലെത്തിച്ചു. പഴയകാല സുഹൃത്തുക്കളെ കണ്ടപ്പോൾ പരസ്പരം പുണർന്നും സെൽഫികളെടുത്തും
അരമതിലിരുന്ന് കുശലം പറഞ്ഞും കടന്നുപോയ കാലത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അരങ്ങേറിയത്. രണ്ടാം ദിവസത്തിൽ അധ്യാപകർക്കും അനധ്യാപകർക്കും ആദരം, സൗത്ത് സോൺ, ഇന്റർ സോൺ, ഡി സോൺ കലോത്സവങ്ങളിൽ മാറ്റുരച്ച കലാപ്രതിഭകളുടെ സംഗമം, കലാലയത്തിന്റെ യശസ് വാനോളമുയർത്തിയ കായിക താരങ്ങൾക്കുള്ള ആദരം തുടങ്ങിയ പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി നടന്നു. വൈകിട്ട് 6:30 ആദരം ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച സംഗീത പരിപാടിക്ക് ശേഷം രാത്രി 8 DJ മ്യൂസിക് നൈറ്റും അരങ്ങേറി. വർഷങ്ങൾക്ക് മുൻപ് കലാലയത്തിൽ നിന്നും പഠിച്ച് പടിയിറങ്ങിയവരും ന്യൂജൻ കാലത്തെ വൈബ് ആസ്വദിച്ചാണ് വീണ്ടും തിരിച്ചെത്താമെന്ന പ്രതീക്ഷയോടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്ന് മടങ്ങിയത്. ആൽമരം മുറിക്കുന്നതിനെതിരെ BJP കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധം. പഞ്ചായത്തിന്റെ പരിധിയിൽ സംസ്ഥാനപാത പെരുമ്പിലാവ് പൊറവൂർ റോഡരികിൽ പോലീസ് ഇടപെട്ട് മരം മുറിച്ചുമാറ്റി. മരം അപകടാവസ്ഥയിലല്ലെന്നും സമീപത്തെ സ്വകാര്യ വ്യക്തിയോട് വഴങ്ങി വാർഡ് മെമ്പർ ഇടപെട്ട് മരം മുറിക്കാൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായതെന്ന് ആരോപിച്ചാണ് BJP കഴിഞ്ഞ ദിവസം മരം മുറിക്കുന്നത് തടഞ്ഞത്. ഇന്ന് വീണ്ടും മരം മുറിക്കാൻ തൊഴിലാളികൾ എത്തിയപ്പോൾ BJP വീണ്ടും പ്രതിഷേധവുമായി എത്തി. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മനും വാർഡ് മെമ്പർമാരും പോലീസിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ അപകടാവസ്ഥയിലുള്ള 20ഓളം മരങ്ങൾ മുറിക്കാൻ യോഗത്തിൽ തീരുമാനമായതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ മരം മുറിച്ചുമാറ്റിയത്. കഴിഞ്ഞ ദിവസം മരം മുറിക്കുന്നതിനിടയിൽ കേരള വിഷന്റെ തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് സാരമായ തകരാർ സംഭവിച്ചതായി കേരള വിഷൻ ഭാരവാഹികൾ പരാതിപ്പെട്ടിരുന്നു. പിതൃബലി തർപ്പണത്തിന് പേരുകേട്ട ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണം നാളെ നടത്തും. പുലർച്ചെ 2:30 മുതൽ രാവിലെ 9 വരെ നടക്കുന്ന ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ വാക്കയിൽ വിശ്വനാഥൻ, വിക്രമൻ താമരശ്ശേരി, കൊഴപ്പാട്ട് ബാലൻ, വിനയദാസ് താമരശ്ശേരി എന്നിവർ അറിയിച്ചു. പഞ്ചവടി കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയിലാണ് ബലിതർപ്പണം നടക്കുക. ഒരേ സമയം 1000 പേർക്ക് ഇരുന്ന് ബലിയിടാനുള്ള പന്തലാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ബലിതർപ്പണത്തിനെത്തുന്ന 10,000 പേർക്ക് പ്രഭാത ഭക്ഷണം നൽകും. ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തുന്ന വിശ്വാസികൾക്ക് താമസിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് ബാരിക്കേഡുകളും ആൽത്തറ ചോയ്സിന്റെ നേതൃത്വത്തിൽ ക്ലോക്ക് റൂം, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം, കടലിൽ ബലിയിട്ട് തിരിച്ചെത്തുന്നവർക്ക് കുളിക്കാനുള്ള കുളവും ഷവർ ബാത്ത് ഉൾപ്പെടെയുള്ള സംവിധാനവുമുണ്ട്. രാവിലെ തിലഹവനം, പിതൃസായുജ്യം എന്നിവ നടത്താനുള്ള സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ നിർമ്മിച്ച താൽക്കാലിക റോഡിലെ വെള്ളക്കെട്ടിന് ശമനമില്ല. ഇതോടെ ഒരാഴ്ചയായി ഈ വഴിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും മുടങ്ങി. താൽക്കാലിക റോഡിന് ഉയരം കുറവാണെന്നും വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നും CCTV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ താൽക്കാലിക റോഡ് ഉയർത്താൻ അധികൃതർ നടപടിയെടുത്തില്ല. ഇതോടെ റോഡിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി. പാലം പുനർനിർമ്മാണത്തിനായി പൊളിച്ചതോടെയാണ് താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. പാലത്തിന് സമീപം നിർമ്മിച്ച താൽക്കാലിക റോഡിലൂടെ ബൈക്കുകളും ഓട്ടോറിക്ഷകളുമാണ് സഞ്ചരിച്ചിരുന്നത്. 100 അടി തോടിന് കുറുകെയുണ്ടായിരുന്ന പാലമാണ് 2 മാസം മുൻപ് പൊളിച്ചത്. വെള്ളക്കെട്ട് കാരണം പാലം പണിയും നിലച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 5,38,89,765 രൂപയും 1 കിലോ 450 ഗ്രാം 300 മില്ലിഗ്രാം സ്വർണവും ലഭിച്ചു. 41 കിലോഗ്രാം 65 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 15ഉം നിരോധിച്ച 1,000 രൂപയുടെ 4ഉം 500ന്റെ 46 കറൻസിയും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ക്ഷേത്രനടയിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഭണ്ഡാരങ്ങൾ വഴി 6,59,777 രൂപയും ലഭിച്ചു. ഇന്ത്യൻ വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി തുറക്കാൻ ദാദിഷ മാർക്കറ്റ് പ്ലേസ് ഓഗസ്റ്റ് 15 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദേശത്തെ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദാദിഷ മാർക്കറ്റ് പ്ലേസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യൻ നിർമ്മാതാക്കളെയും വിതരണക്കാരെയും രാജ്യാന്തര വ്യാപാര ശൃംഖലയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദാദിഷ പ്രൈവറ്റ് ലിമിറ്റഡ് ആരംഭിക്കുന്ന ദാദിഷ മാർക്കറ്റ് പ്ലേസ് ഓഗസ്റ്റ് 15 പ്രവർത്തനം ആരംഭിക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന നിലവാരമുള്ള വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി കണ്ടെത്തുന്നതിനൊപ്പം രാജ്യാന്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും പ്രത്യേക പ്ലാറ്റ്ഫോമായാണ് മാർക്കറ്റ് പ്ലേസ് സജ്ജമാക്കിയിട്ടുള്ളത്. ക്വാളിറ്റി, ഹെൽത്ത്, സേഫ്റ്റി, എൻവയോൺമെന്റ്, റിസ്ക് മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ് മേഖലകളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണ് പ്രധാനമായും പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുക. നിർമ്മാതാക്കൾ, വിതരണക്കാർ, വ്യാപാര പ്രതിനിധികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, പർച്ചേസ് വിഭാഗങ്ങൾ എന്നിവരെ ഒരേ ശൃംഖലയിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. ദാദിഷ മാർക്കറ്റ് പ്ലേസ് വെറുമൊരു ഉൽപ്പന്ന പ്രദർശന പ്ലാറ്റ്ഫോമായി ഒതുങ്ങില്ലെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. ഉൽപ്പന്നങ്ങൾക്ക് അനുയോജ്യമായ വിപണി കണ്ടെത്തൽ ലക്ഷ്യമിട്ടുള്ള പ്രചരണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സഹായം, ഓൺലൈൻ വിസിബിലിറ്റി, വിഭാഗാടിസ്ഥാനത്തിലുള്ള പ്രചരണം, ഉപഭോക്താക്കളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ സേവനങ്ങളും സ്ഥാപനം ലഭ്യമാക്കും. വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ ഗുണനിലവാരം, സുരക്ഷ, പരിസ്ഥിതിയുമായി എത്രത്തോളം ഇണങ്ങുന്നതാണ് എന്നീ ഘടകങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും.
ഓരോ ഉൽപ്പന്നവും ഏത് വ്യവസായ മേഖലയ്ക്കാണ് അനുയോജ്യമെന്ന് തിരിച്ചറിഞ്ഞ് ബന്ധപ്പെട്ട ഉപഭോക്താക്കളിൽ എത്തിക്കാനുള്ള ക്രമീകരണവും പ്ലാറ്റ്ഫോമിലുണ്ടാകും. ഇതുവഴി സാധാരണ പരസ്യപ്രചാരണത്തിനു പകരം ആവശ്യക്കാരിലേക്ക് നേരിട്ട് ഉൽപ്പന്ന വിവരങ്ങൾ എത്തിക്കാനാണ് ശ്രമം. ISO സർട്ടിഫിക്കേഷൻ, ഡോക്യുമെന്റേഷൻ, ബ്രാൻഡ് വികസനം, വെബ്സൈറ്റ് നിർമ്മാണം, പ്രൊഫഷണൽ പരിശീലനം എന്നിവയും അനുബന്ധ സേവനങ്ങളായുണ്ടാകും. നിശ്ചിത ഗുണനിലവാര, സുരക്ഷാ, നിയമാനുസൃത, രേഖാപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങളെയും വിതരണക്കാരെയും തിരിച്ചറിയുന്നതിനായി ദാദിഷ അഷ്വേർഡ് അടയാളവും കൊണ്ടുവരും. സമർപ്പിക്കുന്ന രേഖകളും നിശ്ചിത പരിശോധനാ മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാകും ഈ അംഗീകാരം നൽകുക. ദാദിഷ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 4 പ്രധാന പ്രവർത്തന വിഭാഗങ്ങളിൽ ഒന്നാണ് ദാദിഷ മാർക്കറ്റ് പ്ലേസ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമായി ദാദിഷ ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കേഷൻ, നിയമാനുസൃത പ്രവർത്തനം, റിസ്ക് മാനേജ്മെന്റ് എന്നിവയ്ക്കായി ദാദിഷ കംപ്ലയൻസ്, സാങ്കേതികവിദ്യയും ഡിജിറ്റൽ പരിവർത്തനവും ലക്ഷ്യമിട്ട് ദാദിഷ ഡിജിറ്റൽ സൊല്യൂഷൻ എന്നിവയാണ് മറ്റ് വിഭാഗങ്ങളെന്നും കമ്പനി പ്രതിനിധികൾ വ്യക്തമാക്കി. PR ഐശ്വര്യ, KN ശോഭന, പൂജിത് പ്രിയവാസ്, ഹൃതി ബാലകൃഷ്ണൻ, N കൃഷ്ണേന്ദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം കൗസ്തുഭം ജീവനക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. കുന്നംകുളത്ത് താമസക്കാരനായ 40 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ദേവസ്വം സ്റ്റാഫ് മെമ്പർ മനോജ് C, കൗസ്തുഭം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഗീത, മാനേജർ അനിത, ജീവനക്കാർ തുടങ്ങിയവരും ആശുപത്രിയിലെത്തിയിരുന്നു. സംസ്കാരം ധനേഷിന്റെ നാടായ കോഴിക്കോട്ട് നടന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളായ കായിക താരങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കുന്നു. രാജ്യത്തിന് അഭിമാനമായ ഒളിമ്പ്യന്മാരെ വരെ സൃഷ്ടിച്ച കലാലയത്തിൽ കായിക വിഭാഗത്തിന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടായ്മ രൂപീകരിക്കുന്നത്. മുൻകാല കായിക താരങ്ങളുടെയും കായികാധ്യാപകരുടെയും പരിശീലകരുടെയും നേതൃത്വത്തിലാണ് കൂട്ടായ്മ രൂപീകൃതമാകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കോളേജിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയപ്പോഴാണ് പഴയകാല താരങ്ങളും മുൻ അധ്യാപകരും പരിശീലകരും ഇത്തരമൊരു ആശയം പങ്കുവച്ചത്. ഒളിമ്പ്യന്മാരായ കുഞ്ഞഹമ്മദ്, മുഹമ്മദ് അനസ് എന്നിവരുൾപ്പെടെ രാജ്യത്തിന് അഭിമാനമായി മാറിയ നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്ത ശ്രീകൃഷ്ണ കോളേജ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കായിക രംഗത്തുണ്ടായിരുന്ന ആധിപത്യം തുടരാനാകാത്ത നിലയിലാണ്. കോളേജ് അധികാരികളുടെയും കോളേജിന്റെ ഉടമസ്ഥാവകാശമുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെയും നിസ്സംഗതയും ഫണ്ട് അനുവദിക്കുന്നതിലെ അലംഭാവവുമാണ് കായിക വിഭാഗത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചത്. കോളേജിലെ കായിക താരങ്ങൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലും മെസ്സും അടച്ചുപൂട്ടിയിട്ട് കാലങ്ങളായി. കായിക മേഖലയോടുള്ള അവഗണനയും കൂട്ടായ്മയുടെ രൂപീകരണത്തിന് കാരണമാണ്. കായിക രംഗത്തെ ശ്രീകൃഷ്ണയുടെ യശസ് തിരിച്ചുപിടിക്കാൻ തങ്ങൾക്കാവുന്ന നിലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുവെന്ന് കായിക വിഭാഗം മുൻ മേധാവി ഡോക്ടർ KS ഹരിദയാൽ പറഞ്ഞു. ശ്രീകൃഷ്ണയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. അതായത് നമ്മളെ കയ്യിലുണ്ടായിരുന്ന കിരീടങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ഒരു കൂട്ടായ്മ ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പഴയ അലുമിനി അസോസിയേഷൻ അലുമിനി ഒരു രൂപീകരിച്ചുകൊണ്ട് 83 തുടങ്ങിയിട്ടുള്ളൊരു സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റല് 2023 അത് പൂട്ടിപ്പോയി. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇത്രയും മനോഹരമായൊരു 400 ട്രാക്കിനെ കാട് കയറുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഇവിടെ പ്രാക്ടീസ് ഇല്ല, സ്പോർട്സ് ഹോസ്റ്റൽ പൂട്ടി, കോച്ചസ് ഇല്ല. കായിക താരങ്ങൾ വളരെ എണ്ണത്തിലുള്ള 2 or 3 കായിക താരങ്ങളിലേക്ക് ചുരുങ്ങി അവർ കുന്നംകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ 2023 വരെ സ്പോർട്സ് ചെയ്ത് കഴിഞ്ഞു പോയ താരങ്ങളെല്ലാവരും ഒരുവിധം പ്ലേസിലാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മറ്റൊരു അലുമിനി അസോസിയേഷൻ രൂപീകരിക്കാൻ എൻ്റെ ഗുരുനാഥിയായിട്ടുള്ള മീന ടീച്ചറും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇവരെല്ലാവരും സപ്പോർട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ആവേശമായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഒരു ശ്രീകൃഷ്ണയുടെ സ്പോർട്സ് പാരമ്പര്യത്തിന് വീണ്ടും ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള, നഷ്ടപ്പെട്ടിടത്തു നിന്നും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോളേജിന്റെ കായിക ചരിത്രത്തിൽ തുടർച്ചയായി 5 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മീറ്റിൽ 5000 മീറ്റർ, 10000 മീറ്റർ മത്സരങ്ങളിലെ ചാമ്പ്യനായിരുന്നു ഉണ്ണികൃഷ്ണൻ. 3 വർഷം തുടർച്ചയായി 100 മീറ്റർ, 200 മീറ്റർ യൂണിവേഴ്സിറ്റി മീറ്റിലെ ചാമ്പ്യനും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യനുമായിരുന്നു പ്രിൻസ് മറ്റം. ഇന്ത്യൻ റെയിൽവേസ് 110 മീറ്റർ, 400 മീറ്റർ ഹാർഡിൽസിൽ 5 വർഷം ചാമ്പ്യനായിരുന്ന പ്രിൻസ് മാത്യു. 5000, 10000 മീറ്ററിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മീറ്റിൽ റെക്കോർഡിനുടമയായ രാജൻ. യൂണിവേഴ്സിറ്റി മീറ്റിൽ പോൾ വാൾട്ടിൽ 3 വർഷം തുടർച്ചയായി സ്വർണം നേടിയ മുഹമ്മദ് റഷീദ്. പോൾ വാൾട്ടിൽ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്ന എൽദോ. 800, 1500 മീറ്റർ മത്സരങ്ങളിലെ യൂണിവേഴ്സിറ്റി ചാമ്പ്യനും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി വിജയിയുമായ ബിനു മാത്യു.
ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ബോഡി ബിൽഡിംഗ് സ്വർണ്ണ മെഡൽ ജേതാവ് ഷാനിഫ്, മുൻ കായിക അധ്യാപകരായ മീന ടീച്ചർ, ഡോക്ടർ KS ഹരിദയാൽ തുടങ്ങിയവർ കായിക പ്രതിഭകളുടെ സംഗമത്തിൽ പങ്കെടുത്തു. ഫസ്റ്റ് ഇതിൽ തന്നെ ആദ്യത്തെ വർഷം തന്നെ നമുക്കൊരു യൂണിവേഴ്സിറ്റി താരം, ദേശീയ താരം നിലയിലേക്ക് മാറാൻ പറ്റി. അന്ന് മുതൽ എനിക്ക് തോന്നുന്നു അന്ന് മുതലാണ് ശ്രീകൃഷ്ണ കോളേജ് തുടർച്ചയായിട്ട് 7 വർഷം യൂണിവേഴ്സിറ്റിയും ദേശീയ തലത്തിലേക്ക് ചാമ്പ്യന്മാരായി വന്നത്, ക്രോസ് കൺട്രിയൊക്കെ. അതായത് ഒരു 91 മുതൽ 98 വരെ ഞാനിവിടെ പഠിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 കൊല്ലമൊക്കെ പഠിക്കാം, പ്രീ ഡിഗ്രിയൊക്കെ 4 കൊല്ലമൊക്കെ പഠിക്കാം. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെയാണ് നമ്മൾ എല്ലാം ഉണ്ടായത്. എഡ്യൂക്കേറ്റഡ് ആയത് ഇവിടെ തന്നെയാണ്, സ്പോർട്സ് ആയത് ഇവിടെ തന്നെയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഡിഗ്രിയും PGയും ഡിപ്ലോമ ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിച്ചു. മാത്രമല്ല നമ്മുടെ ഈ സുഹൃത്തുക്കളൊക്കെ ഇത്ര ഒന്നല്ല, ഞങ്ങളുടെ ടീം പറഞ്ഞാൽ 15 ആളാണ്. ഈ 45 ആളും സേഫാണ്. ഇതിലിവിടെ വരുമ്പോൾ വിഷമം തോന്നുകയാണ്. ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ 50 വയസ്സ് കഴിഞ്ഞു. ഞാനാണ് ഒരു ഇഞ്ചുറി, ഹാർമോൺ സ്റ്റാൻഡ് ഇതൊക്കെ ഇട്ടുള്ള. പക്ഷേ ഞാൻ ഇന്നും ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് മറ്റേ വെറ്ററൻ സ്റ്റേറ്റിൽ ഞാൻ ഫസ്റ്റാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അരിസാറ് ഞാൻ ഇല്ലാതിരുന്ന ഇവരൊക്കെ ആത്മാർത്ഥത, നമ്മളോടുള്ള മോട്ടിവേഷൻ കൊണ്ടൊക്കെ ഞങ്ങൾ ഇന്നും ഞങ്ങൾ സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ അരിസാറുള്ളതുകൊണ്ട് പറയല്ല, അതൊക്കെ ഭയങ്കര ഒരു ആവേശമാണ് ഞങ്ങൾക്ക്. കായിക രംഗത്തെ തങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായ കലാലയത്തിന്റെ കായിക മേഖലയിലെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയിൽ അതീവ ദുഃഖിതരാണ് പഴയകാല കായിക പ്രതിഭകൾ. ശ്രീകൃഷ്ണയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കാനുള്ള ഉദ്യമത്തിലാണ് കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്നത്. കടവലൂർ പഞ്ചായത്ത് ഭരണസമിതി വികസന മുരടിപ്പിനും സാമ്പത്തിക തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് കടവലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP പ്രതിഷേധ ധർണ നടത്തി. ദിവസങ്ങൾക്ക് മുൻപ് CPM ഭരിക്കുന്ന കടവലൂർ പഞ്ചായത്തിനുള്ളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വരെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ വേണ്ട രീതിയിൽ നടപ്പാക്കുന്നില്ല എന്ന് BJP ആരോപിച്ചു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അഭിലാഷ് കടങ്ങോട് യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, മണ്ഡലം സെക്രട്ടറി സുധീഷ് പള്ളിക്കുളം, BJP കടവലൂർ പഞ്ചായത്ത് വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് പ്രതീഷ് കരിക്കാട്, ജനറൽ സെക്രട്ടറി വിശാഖ് കടവല്ലൂർ, വൈസ് പ്രസിഡന്റ് CA വേലായുധൻ എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി ദൃശ്യ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് 30ാം വാർഷിക പൊതുയോഗം നടത്തി. ചാലിശ്ശേരി സയോൺ ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗത്തിൽ വാർഷിക വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. 26-27 വർഷത്തേക്കുള്ള ഭരണസമിതി അംഗങ്ങളായി TM സുലൈമാൻ പ്രസിഡന്റ്, രാജു MV സെക്രട്ടറി, PK ഹരിദാസ് ട്രസ്റ്റി, വൈസ് പ്രസിഡന്റായി PS വിനു, ജോയിന്റ് സെക്രട്ടറിയായി TK ഹമീദ്, എക്സിക്യൂട്ടീവ് മെമ്പറായി വിനോദ് TM, ബാബു ജോർജ്, ജോൺസൺ, AC അശോകൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനായി റോബർട്ട് തമ്പിയെയും ബോബൻ പോൾസിയെയും ചുമതലപ്പെടുത്തി. യോഗത്തിന് സെക്രട്ടറി MV രാജു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TK ഹമീദ് നന്ദിയും പറഞ്ഞു. പന്നിത്തടത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുക, ശുചിമുറി നിർമ്മിക്കുക, തകർന്ന സിഗ്നൽ പോസ്റ്റ് പുനഃസ്ഥാപിക്കുക, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിന് വേണ്ടി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. പന്നിത്തടം സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇടം പ്രസിഡന്റ് KR രാധിക അധ്യക്ഷയായി. സെക്രട്ടറി അക്ബർ അലി, NS സത്യൻ, NV ആന്റണി മാസ്റ്റർ, മേജർ KP ജോസഫ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് 2 ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചുമാറ്റിയത്. ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വെയിലും മഴയും കൊണ്ട് കാത്തു നിൽക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഇടം സാംസ്കാരിക വേദി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന് നിവേദനം നൽകുന്നത്. നാട്ടുകാരും വഴിയാത്രക്കാരും വിദ്യാർത്ഥികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും ഒപ്പുകളിട്ട് ഇടത്തിന്റെ ഉദ്യമത്തിൽ പങ്കാളികളായി. ഇടം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നാരായണൻ കോടനാട്, ഷൌക്കത്ത് കടങ്ങോട്, നാസിമ സക്കീർ, KA ഫരീദ് അലി, PK ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസിന്റെ സഹകരണത്തോടെ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കും. പഞ്ചായത്തിലെ സ്കൂളിലെ വിദ്യാർത്ഥികളെയും തൊഴിലുറപ്പ്, കുടുംബശ്രീ പ്രവർത്തകരെയും ഹരിതകർമ്മസേന, ആശ, ആരോഗ്യ വകുപ്പ്, അംഗൻവാടി സന്നദ്ധ സഹപ്രവർത്തകരെയും പങ്കെടുപ്പിച്ചാണ് റാലി നടത്തുക. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് ചിറക്കൽ സെന്ററിൽ റാലി സമാപിക്കും. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, ജനപ്രതിനിധികൾ, സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 9:30 റാലി ആരംഭിക്കും. അംഗീകൃത സ്ഥാപനമായ ചാവക്കാട് മണത്തല ശ്രീചിത്ര ആയുർവേദ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഗർഭധാരണത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന 1 വർഷം നീളുന്ന സംരംഭമായ ആയുഷ്യം 2026 തുടക്കമാകുന്നു.
ആരോഗ്യകരമായ ഗർഭധാരണത്തിനും മാതാപിതൃത്വത്തിനുമായി ശരീരത്തെയും മനസ്സിനെയും ജീവിതശൈലിയെയും ശാസ്ത്രീയമായി ഒരുക്കി ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ബോധവൽക്കരണമാണ് ആയുഷ്യം 2026 ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 12 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ചാവക്കാട് ശ്രീ ചിത്ര ആയുർ യോഗ തീരത്തുവെച്ച് പ്രീ കൺസെപ്ഷണൽ കെയറിനെ ആസ്പദമാക്കി ശാസ്ത്രീയ ഫോറവും പാനൽ ചർച്ചയും സംഘടിപ്പിക്കും. ആയുർവേദം, ആധുനിക വൈദ്യശാസ്ത്രം, മനഃശാസ്ത്രം, ജ്യോതിഷം, സാമൂഹിക കാഴ്ചപ്പാടുകൾ എന്നിവ സമന്വയിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശാസ്ത്രീയ ഫോറത്തിൽ ഡോക്ടർ വി ആനന്ദ് മോഹൻ, ഡോക്ടർ നീത സുരേന്ദ്രൻ, കെ രജിത, മോഹൻ കെ വേദകുമാർ എന്നിവർ പങ്കെടുക്കും. മതപരവും സാമൂഹികവുമായ ചട്ടക്കൂടുകൾ എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ചയിൽ സയ്യിദ് കമറുദ്ദീൻ ബാദുഷ തങ്ങൾ, ഫാദർ ബാബു അപ്പാടൻ, സ്വാമി ദിവ്യാനന്ദ, കെ.സി. ശിവദാസ് എന്നിവർ പങ്കെടുക്കും. ഇന്ന് തയ്യാറെടുക്കാം ആരോഗ്യകരമായ നാളേക്കായി എന്ന സന്ദേശവുമായി ആരോഗ്യകരമായ കുടുംബജീവിതത്തിനും ഉത്തരവാദിത്വപൂർണമായ മാതാപിതൃത്വത്തിനും ഒപ്പം ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള അടിത്തറയൊരുക്കുകയാണ് ആയുഷ്യം 2026. പ്രത്യേകിച്ച് ഇതിൽ വരുന്ന തലമുറ ആരോഗ്യകരമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും വരുന്ന തലമുറയെ സംരക്ഷിക്കുക എന്നാണ് ഉദ്ദേശ ലക്ഷ്യം. ഇതില് മോഡേൺ വിഭാഗത്തിൽ നിന്നും ആയുർവേദ വിഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ അസ്ട്രോളജി എന്നീ വിഭാഗങ്ങളിലെ ഒരു കൂട്ടമായ ചർച്ച നമ്മുടെ മതപണ്ഡിതന്മാർ, എല്ലാ മതങ്ങളിലുള്ള മതപണ്ഡിതന്മാരും കൂടി പത്രപ്രവർത്തകർ, അധ്യാപകർ എന്നിവരുടെ കൂട്ടായ ഒരു ചർച്ചയാണ് നമ്മൾ ശ്രീ ചിത്ര ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം വരുന്ന തലമുറ, കാരണം ഇന്ന് സമൂഹത്തിൽ നമുക്ക് എല്ലാം വിഷാംശങ്ങൾ കലർന്നിട്ടുള്ള ഭക്ഷണവും വായു പോലും മലിനീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇതുകൊണ്ട് അടുത്ത ഒരു ജനറേഷൻ നമുക്ക് എങ്ങനെ ഹെൽത്തി ആക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഉള്ളത്. അതിന് ആയുർവേദ രീതി പ്രകാരം യോഗ തുടങ്ങിയിട്ടുള്ള ഏതൊക്കെ രീതിയിൽ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്കൊരു ഹെൽത്തി ബേബിയെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം എന്നാണ് ചർച്ചയുടെ വിശദമായ ലക്ഷ്യം. ഇതിലേക്ക് നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്കറിയാം ഇന്ന് സമൂഹത്തിലെ മയക്കുമരുന്നുകളും അതേപോലെ മറ്റുള്ള ഓരോ തരത്തിലുള്ള വിഷാംശങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അടുത്ത തലമുറ ഇതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്ട് ഉണ്ടാകുമോ, അതിന് എന്തെല്ലാം നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം, പുതിയൊരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ അവരുടെ അച്ഛനമ്മമാർ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിലേക്ക് എല്ലാ സഹൃദരായിട്ടുള്ള ഇതിന് താല്പര്യമുള്ളവർ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വയോജന സംഘടന മജ്ലിസ് അൻസാറുല്ലായുടെ ജില്ലാ സംഗമം സംഘടിപ്പിച്ചു. പള്ളിപ്പുറം മസ്ജിദുസലാമിൽ സംഘടിപ്പിച്ച സംഗമം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട്, തൃശൂർ ജില്ലാ മജ്ലിസ് അൻസാറുള്ള പ്രസിഡന്റ് എം ഹബീബുല്ല അധ്യക്ഷനായി. മുഹമ്മദ് ഉണ്ണി മുസ്ലിയാർ ചേലക്കര ഖുർആൻ പാരായണവും നൌഷാദ് പള്ളിപ്പുറം പദ്യാലാപനവും നടത്തി. പാലക്കാട്, തൃശൂർ ജില്ലാ അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ആത്തിഫ് അഹമ്മദ്, പള്ളിപ്പുറം അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സൈദുട്ടി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ഇൻചാർജ് മൗലവി കെ കമറുദ്ദീൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ആളൂർ, ചാവക്കാട്, ചേലക്കര, പള്ളിപ്പുറം, അലനല്ലൂർ, മുറിയക്കണ്ണി, തിരുവിഴാംകുന്ന്, മണ്ണാർക്കാട്, പാലക്കാട്, കൊടുവായൂർ, കാവശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രാദേശികതല മത്സരങ്ങളിലെ വിജയികൾക്കും ജില്ലാതല കായിക വൈജ്ഞാനിക മത്സരങ്ങളിലെ വിജയികൾക്കുമുള്ള സമ്മാന വിതരണം നടന്നു. വർണ്ണങ്ങളുടെ നിറച്ചാർത്തൊരുക്കി മാർ ബസേലിയോ സ്കൂളിൽ സംഘടിപ്പിച്ച വർണ്ണോത്സവം 2026 കളേഴ്സ് ഡേ ആഘോഷം വർണ്ണാഭമായി. സ്കൂൾ പ്രധാന അധ്യാപകൻ ജി.ബ്ലസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ അവരുടെ ഇഷ്ടനിറത്തിലുള്ള വേഷങ്ങൾ ധരിച്ച് ആക്ഷൻ സോങ്, ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, ഷിൻഡു ഷിജു, ഷാനിബ റസാഖ്, മെറീന ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാനതല സ്പോർട്സ് കൌൺസിൽ ജില്ലാതല സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഈസ്റ്റ് മങ്ങാട് RCC LP സ്കൂളിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. 1ാം സ്ഥാനം ജുവാൻ ജേസനും 2ാം സ്ഥാനം മെബിൻ PS-ഉം കരസ്ഥമാക്കി. ഇരുവരും 4ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. കോട്ടപ്പുറം വാഴപ്പിള്ളി ജേസൺ ജിതിന ദമ്പതികളുടെ മകനാണ് ജുവാൻ ജേസൺ. മങ്ങാട് പുത്തൂർ ഷാജു വിൻസി ദമ്പതികളുടെ മകനാണ് മെബിൻ. ഇവർ ഈ മാസം കാസർഗോഡ് വെച്ച് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ നടത്തിയ സംസ്ഥാന സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ജുവാൻ 6ാം സ്ഥാനവും മെബിൻ 8ാം സ്ഥാനവും നേടിയിരുന്നു.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മധുരവനം പദ്ധതിക്ക് തുടക്കമായി. പ്രകൃതി സ്നേഹവും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമാക്കി ഒരുക്കുന്ന മധുരവനം പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ പ്രിൻസിപ്പൽ ഷേബ ജോർജ് നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ പ്രകൃതിയോടുള്ള സ്നേഹവും പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്തുന്നതിനൊപ്പം ബലവൃക്ഷങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മധുരവനം ഒരുക്കുന്നത്. വിവിധ ബലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് പ്രകൃതിയുമായി അടുത്തിടപഴകാനും സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും അവസരമൊരുങ്ങും. മധുരവനം പദ്ധതിയിലൂടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പാണ് വിദ്യാലയം മുന്നോട്ട് വയ്ക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, മധുരവനം പദ്ധതി കോർഡിനേറ്റർ TS സുരേഖ, 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ, അധ്യാപകരായ ധന്യ മുരളീധരൻ, KP രജനി, റീബ മിജു എന്നിവർ സംബന്ധിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റിനെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോൾ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, അംഗീകൃത സർവകലാശാല ബിരുദവും 1 വർഷത്തിൽ കുറയാത്ത അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് പ്രായപരിധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവ് ബാധകമാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉള്ളടക്കം ചെയ്ത് വേലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. അവസാന തീയതി ഓഗസ്റ്റ് 22 വൈകുന്നേരം 5 മണി വരെയാണ്. കുന്നംകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ കുടുംബസംഗമം ഓഗസ്റ്റ് 15-ാം തീയതി നടത്തും. കൊള്ളന്നൂർ ഓഡിറ്റോറിയത്തിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന യോഗത്തിൽ PPC ട്രഷറർ KV ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. പ്രഗത്ഭർ വചന ശുശ്രൂഷ നടത്തും. പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക ബാവുബലിക്കായുള്ള ഒരുക്കങ്ങളായി. ശിവക്ഷേത്രത്തിനു പുറകിൽ ക്ഷേത്രക്കുളം വരുന്ന കേരളത്തിലെ അപൂർവം അമ്പലങ്ങളിൽ ഒന്നായ ഇവിടെ കുളിച്ചു തർപ്പണം നടത്തിയാൽ ഗംഗാസ്നാനം നടത്തിയതിന് സമമാണെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പുലർച്ചെ 4 മണി മുതൽ ബലിയിടൽ ആരംഭിക്കും. തിരുനാവായ ഗോകുൽ നാരായണൻ ഇളയതിന്റെ കാർമ്മികത്വത്തിലാണ് തർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രത്തിൽ നിത്യപൂജകൾക്ക് പുറമെ പിതൃമോക്ഷത്തിനായി സായുജ്യ പൂജ, തിലഹോമം എന്നീ പ്രത്യേക വഴിപാടുകളും നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം ചൊവ്വന്നൂർ വലിയ വളപ്പിൽ വേലായുധൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ശാരദ ഭാര്യയും പ്രദീപ് പ്രസാദ്, പ്രമോദ്, പ്രകാശ്, പ്രജേഷ്, പ്രമീള എന്നിവർ മക്കളുമാണ്. മലയാള മനോരമ ചാവക്കാട് ലേഖകൻ KC ശിവദാസന്റെ മാതാവ് കിഴക്കേ ബ്ലാങ്ങാട് മേലേപ്പുര താഴത്തേതിൽ ക്ഷേത്രത്തിനടുത്ത് ആലിൽ രംഭ നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുഞ്ഞിക്കോണൻ ചന്തുണ്ണി ഭർത്താവും ഹരിദാസ്, കൃഷ്ണദാസ് എന്നിവർ മറ്റു മക്കളുമാണ്. കുനമുച്ചി പുലിക്കോട്ടിൽ ജോസ് ഭാര്യ മേരി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ജെസി, ഡേവിഡ്, സലോമി എന്നിവർ മക്കളാണ്. ചൂൽപ്പുറം പുത്തൻപള്ളിയിൽ പരേതനായ കണ്ണന്നൂർ രാമനത്ത് പരീക്കുട്ടി മകൻ അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ അസീസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഖബറടക്കം മണത്തല പള്ളിയെ ഖബർസ്ഥാനിൽ നടത്തി. ലൈല ഭാര്യയും ഇല്യാസ്, അനീഷ, നജില എന്നിവർ മക്കളുമാണ്. തയ്യൂർ പരേതനായ പേരാമംഗലം പൗലോസ് ഭാര്യ റോസ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായമാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. വിൽസൺ, ഡേവിഡ്, മോൺസൺ, തോമസ്, പരേതനായ സണ്ണി, ലൂസി, സേവിയർ, ജെസി, മാർട്ടിൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം ഗവൺമെന്റ് വെറ്ററിനറി പോളിക്ലിനിക്കിൽ പ്രവർത്തിക്കുന്ന പിഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി 87 പന്നികളെ ദയാവധം ചെയ്തു. രോഗം മറ്റ് മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാൻ സാധ്യതയില്ലെന്ന് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാം. അതേസമയം കുന്നംകുളം നഗരസഭയിൽ വിലക്ക് ലംഘിച്ച് പന്നിയിറച്ചി വിൽപ്പന നടത്തിയ കടയുടമയ്ക്കെതിരെ ആരോഗ്യ വിഭാഗം നടപടിയെടുത്തു. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം സെക്രട്ടറി വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിനാൽ ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ. നഗരസഭയുടെ ബയോ പാർക്കിലെ വളം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഭരണസമിതി തനിക്ക് നേരെ തിരിയാൻ കാരണമെന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ.
വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. 70-കാരിയെ തെരുവുനായ കടിച്ചുകൊന്നിട്ടും പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടികൾ എടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. ഗുരുവായൂർ തിരുവേങ്കടത്ത് പേവിഷബാധ ലക്ഷണം കാണിച്ച തെരുവുനായയെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. സംസ്ഥാനത്തെ ആദ്യ ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഒന്നെന്ന വിശേഷണത്തോടെ നിർമ്മിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഹൈടെക് ബസ് സ്റ്റോപ്പ് വർഷങ്ങളായി തകർന്ന നിലയിൽ. സ്കൂളിന് മുന്നിലെ ഹൈമാസ്റ്റ് ലൈറ്റും മാസങ്ങളായി പ്രവർത്തനരഹിതം. മണലിപ്പുഴയിലെ മടവാക്കര കാച്ചക്കടവിൽ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയ കാർ കണ്ടെത്തി. എതിർവശത്തെ പുഴയോരത്ത് ചൂണ്ടയിടാൻ എത്തിയവരാണ് കണ്ടത്. ബുധനാഴ്ച പുലർച്ചെ 1-നായിരുന്നു അപകടം. രണ്ട് ദിവസങ്ങളിലായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കലാലയത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിന് സമാപനമായി. ഓർമ്മകളുടെ വസന്തകാലത്തേക്ക് പൂർവ്വ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോയ സംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ കലാലയാങ്കണത്തിൽ അരങ്ങേറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.